ഡൽഹിയിൽ സുപ്രീം കോടതിയുടെ അപ്രതീക്ഷിത നീക്കം. കലങ്ങിമറിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണിപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇതാദ്യമായി വർഷകാല സമ്മേളനം നടക്കുമ്പോൾ നിന്ന നിൽപ്പിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രമേയം സ്വീകരിച്ചു എന്ന പേരിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ എടുത്ത് മോദി അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പുറത്തേക്കെറിയുന്നത്. ഇവിടെ നിർമ്മല സീതാരാമനും കേന്ദ്രമന്ത്രി പദവി നഷ്ടപ്പെടുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ അപ്രതീക്ഷിതമായ നീക്കം സുപ്രീം കോടതി നടത്തുന്നത്. ഈ നീക്കം ബീഹാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇറക്കിക്കൊണ്ട് സംസ്ഥാനം BJP കൈക്കുള്ളിലാക്കാനായി സഖ്യകക്ഷിയിലെ നേതാവായ ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രിയുമായ നിതീഷിനെ വരെ അടിച്ചൊതുക്കാൻ പാകത്തിനായിരുന്നു വോട്ടർ പട്ടിക പുതുക്കലുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം പുറത്തിറക്കിയത്. ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്ന മുറക്ക് രാജ്യത്ത് നിന്ന് തന്നെ പുറത്താകുന്ന തരത്തിൽ പൗരത്വം പോലും ബാധിക്കുന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വളഞ്ഞ വഴിയിലൂടെ പൗരത്വം നടപ്പിലാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കനത്ത പ്രതിഷേധം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുത്തിന് പിടിക്കുന്ന സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും നമ്മൾ കണ്ടു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പുതുക്കാനും പ്രത്യേകമായ രേഖകൾ സമർപ്പിക്കണം, മാതാപിതാക്കളുടെ വരെ ജന സർട്ടിഫിക്കറ്റ് എന്ന തരത്തിൽ തുക്ലക്കൻ രീതികളും അവർ അവലംബിച്ചു. പക്ഷേ എല്ലാത്തിനും ആധികാരികമായ രേഖ ആധാർ അത് പക്ഷേ പറ്റില്ല എന്നും പറഞ്ഞു. ഇതോടെ 2 കോടിയോളം ജനങ്ങൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്താകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സ്വന്തം അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്താൻ പറ്റാത്തവരായി പുറന്തള്ളപ്പെട്ട ജനതയായി മാറി ഓരോരുത്തരും. ഇവിടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഉപാധികൾ വെച്ചത് സുപ്രീം കോടതി. അങ്ങനെ ഒടുക്കം ബീഹാറിൽ നിലവിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അതിന് കീഴിലുള്ള പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് പൗരത്വത്തെ ബാധിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിക്ക് മുന്നിൽ അറിയിക്കേണ്ടി വന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ ഒരു വ്യക്തിയുടെയും പൗരത്വം അവസാനിപ്പിക്കില്ല എന്നാണ് 88 പേജുള്ള സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ നേരത്തെ സുപ്രീം കോടതി വിസമ്മതിച്ചു എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തിടുക്കത്തിലുള്ള നടപടിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അതേസമയം ജൂലൈ 18 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ബീഹാറിൽ 7.9 കോടി വോട്ടർമാരിൽ 90.12% പേരും ഫോമുകൾ ശേഖരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന കാര്യം ഇതാണ്. മരിച്ച വ്യക്തികളെയും സ്ഥിരമായി സ്ഥലം മാറ്റപ്പെട്ട വോട്ടർമാരെയും ഉൾപ്പെടുത്തിയാൽ പൗരത്വത്തിൽ 94.68% വോട്ടർമാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. BLOമാർ ഒന്നിലധികം തവണ സന്ദർശിച്ചിട്ടും കണ്ടെത്താനാകാത്ത വോട്ടർമാർ വെറും 0.01% മാത്രമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്.